ഇന്നത്തെ വീഡിയോ മിസ്സേ ചെയ്യില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ മൂവിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2014 ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത് ബെൻ അഫ്ലെക്കും റോസ്മൻ ബൈക്കും പ്രധാന കഥാപാത്രത്തിലെത്തിയ ദ ഗോൺ ഗേൾ. Man, this movie is insane. One of the best thriller എന്ന് പറയാൻ പറ്റുന്ന ചിത്രമാണ് ഗോൺ ഗേൾ. ഡേവിഡ് ഫിഞ്ചറിന്റെ സംവിധാനം 7 ഫൈറ്റ് ക്ലബ് ഇതുപോലുള്ള കിടിലൻ സാധനം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ത്രില്ലർ ഐറ്റം കിട്ടി അദ്ദേഹം എങ്ങനെ കൺസീവ് ചെയ്യുന്നതെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോൺ ഗേൾ എന്ന് പറയുന്ന സിനിമ. സിനിമയെ കുറിച്ച് പറയുന്നത് നിക്കും എമിയും ദമ്പതിമാരാണ്. എമി ആണെങ്കിലോ ഒരു ഫേമസ് റൈറ്ററും കൂടെ. അങ്ങനെ ഇരിക്കെ അവരുടെ 5ാമത്തെ വിവാഹ വാർഷികം എത്തുന്നു. വിവാഹ വാർഷിക ദിവസത്തിന്റെ അന്ന് എമിയെ കാണുവാനില്ല. സോ ഇത്രയും ഫാൻസ് ഉള്ള എമിയെ കാണാതായാൽ ഫാൻസുകാർ വെറുതെ ഇരിക്കും. പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നു, സോഷ്യൽ മീഡിയ കത്തുന്നു, പോലീസുകാർ അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെ അന്വേഷണത്തിന് ഒടുവിൽ അവരൊരു സസ്പീഷ്യസ് ഇവന്റ്സിനെ കണ്ടുപിടിക്കുന്നു. അതിനെ തുടർന്ന് പോകുന്നതാണ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. പതിയെ തുടങ്ങുന്ന ചിത്രമാണ് ഗോൺ ഗേൾ. പക്ഷെ ടൈം പീരീഡ് കഴിഞ്ഞാൽ ചിത്രം പോകുന്നത് വേറെ ലെവലാണ്. അൺപ്രഡിക്റ്റബിളി അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയുന്നത് ചിത്രം ത്രില്ലിംഗ് മൊമെന്റ്സ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യമുണ്ട്. സ്ക്രീൻ പ്ലേ, മേക്കിംഗ്, ഡയറക്ഷനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഡേവിഡ് ഫിഞ്ചർ ആണ്. പിന്നെ പെർഫോമൻസ്, റോസ്മൻ പൈക്ക്, വാട്ട് എ പെർഫോമൻസ് ഷി വാസ് ഗിവൺ ഇൻ ദ ഫിലിം. എന്റെ പൊന്നു ചില സമയത്തൊക്കെ പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്തെടുത്തു അമ്മാതിരി ലെവലിലാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ്. പുള്ളിക്കാരുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പെർഫോമൻസ് ഗോൺ ഗേളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, സ്പോയിലർ ആയിപ്പോൾ. സോ നിങ്ങൾ ഇതുവരെയായിട്ട് ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. യു ആർ മിസ്സിംഗ് ആൻഡ് ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ മൂവിയാണ് ഗോൺ ഗേൾ. സോ ഈ പടം കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ 2 കാര്യമുണ്ട്. ഇത് കുറച്ച് വയലൻസും അതേപോലെ കുറച്ച് അഡൽട്ട് കണ്ടന്റും ഉള്ള മൂവിയാണ്. സോ അത് മനസ്സിൽ വെച്ച് വേണം സിനിമ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ തമിഴിൽ പറഞ്ഞിട്ടുള്ള പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പടം ഒന്ന് കാണുന്നത് നല്ലതാണ്. കാരണം പടം കണ്ടവർക്ക് കാലം ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല. ഇതാണ് എനിക്ക് ഗോൺ ഗേളിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇതുപോലുള്ള മൂവീസിനെ കുറിച്ച് അറിയുമെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫിക് ആൻഡ് ഫ്രെയിംസ്.